ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് വന്നപ്പോൾ ജിയോ ഏഷ്യാനെറ്റും കൂടി ഇപ്പോൾ തന്നിരിക്കുന്ന പ്രശ്നം ഇപ്പോൾ അവർ നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് ഒരുപാട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. സ്ട്രൈക്ക് വന്നിട്ട് ചാനൽ മൊത്തത്തിൽ പോയി. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. കണ്ടിട്ട് ഒരു 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 മാറ്റം തോന്നുന്നുണ്ടല്ലേ? ഇവിടെ ഉണ്ട് കുറച്ച്. ഓക്കെ, മാറ്റത്തിൻ്റെ സംഭവം അത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം. കാരണം വീഡിയോ ഒരു ജിയോ ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും കൂടെ ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ചാനൽ തകർത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ കുറേയധികം വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഈ വീഡിയോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക. പിന്നെ രണ്ടാമത്തെ ഈ ഒരു കാര്യം, ഞാൻ ഇത്രയും കാലം വളർത്തിയത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത് കൊണ്ട് ഞാനത് എന്തിനാണോ വളർത്തിയത് ആ ഒരു കാര്യം, കഞ്ചാവെന്നും എന്താണ് അലവലാതി എന്നും എന്തുവാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു, കാട്ടാളനെന്നും മറ്റതെന്നും മറിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കലൊക്കെ നേരിട്ടിട്ട് ഞാൻ അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തി. അങ്ങനെയാണ് ഈ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ട് ക്യാൻസർ പേഷ്യൻസിനേക്ക് അത് ഡൊണേറ്റ് ചെയ്ത് അത് അയച്ചു കൊടുത്തു. അപ്പോൾ പലരുടെയും കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിനെ പോസ്റ്റ് ഇട്ടടുത്തൊക്കെ ചോദിച്ചതായിരുന്നു, ഇത് അർഹതപ്പെട്ട കൈകളിൽ കിട്ടത്തില്ല, ഇതൊക്കെ ഭയങ്കര സ്കാമാണ്, പറ്റിക്കപ്പെടും, ഇതൊക്കെ ഹെയർ മറ്റേ വിഗ് ഉണ്ടാക്കുന്ന കമ്പനിക്കാർ അടിച്ചുകൊണ്ട് പോകുന്നൊക്കെ. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഹെയർ ബാങ്ക് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അവർ വളരെ ജെന്യൂനായിട്ട്, ഇപ്പം നടി അനു ജോസഫ് പിന്നെ കുറേ അധികം ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് വളരെ വലിയ നമ്മുടെ അനശ്വര രാജൻ അടക്കമുള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബ്ലഡ് ബാങ്ക് അല്ല, ഈ ഹെയർ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ എൻ്റെ ഹെയർ കൊടുത്തത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ഇതൊരു എൻ്റെ ഒരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ തന്നെ തപ്പിയെടുത്തിട്ടാണ് അവിടെ കൊടുത്തത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. വേണമെങ്കിൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ തരാം. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. അത് എന്നിട്ട് വലിയൊരു സംഭവമായിട്ട് വലിയ ആനക്കാര്യം ചെയ്യുന്നുള്ള രീതിയിലൊന്നുമില്ല. കാരണം വേദന അനുഭവിക്കുന്ന ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ചുള്ള എന്നെക്കൊണ്ട് പറ്റുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അത് അവർക്ക് ഉപകാരപ്പെടട്ടെ. അതവിടെ കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ചിട്ട് സംസാരമില്ല. അതുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ചോദിക്കുന്നതിന് മറുപടിയാണിത്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ കോലം? ഇവിടെ ഉണ്ട്. നമ്മളിനിയും വളർത്തണം, അത് വേറെ കാര്യം. ഇനി വിഷയത്തിലേക്ക് വരാം. അതായത് ഒരു ചാനലിൽ കൂടെ ബിഗ് ബോസ് ഏഷ്യാനെറ്റും കൂടെ പൂട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ഗോൾഡൻ ഡയറീസ് ചാനൽ പൂട്ടിച്ചു. ബിഗ് ബോസ് റിവ്യൂവേഴ്സ് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്താണ് അവർ പറയുന്നത് നോക്കിയേക്കാം. ഞാനാണ് ഗോൾഡൻ ഡയറീസ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും എൻ്റെ ശബ്ദം മാത്രമായിരിക്കാം തിരിച്ചറിയുന്നുണ്ടാവുക. ഗോൾഡൻ ഡയറീസ് എന്ന ചാനലിൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരുന്നത് എൻ്റെ ശബ്ദമായിരുന്നു, ഞാനായിരുന്നു. 1.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലായിരുന്നു നമ്മളുടേത്. ഒരുപാട് പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗോൾഡൻ ഡയറീസിൽ വീഡിയോസ് ഒന്നും വരുന്നില്ല, ചാനൽ കിട്ടുന്നില്ല. ഒരുപാട് പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി, ചാനലിൽ കാണുന്നില്ല, ചാനലിൽ വീഡിയോസ് ഒന്നും വരുന്നില്ല എന്നുള്ളതായിരുന്നു കുറച്ച് ദിവസം മുമ്പ് വരെയുള്ള ചോദ്യങ്ങൾ. എന്നാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ചാനലിൽ കിട്ടുന്നില്ല എന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് പലരും എത്തുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ സീസണിലും, ബിഗ് ബോസ് സീസണിലും മാത്രമാണ് ഞാൻ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താറ്. ഞാനല്ല, എൻ്റെ ശബ്ദം നിങ്ങളുടെ മുന്നിലായിട്ട് എത്താറ്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് 24/7 കണ്ടിട്ട് അതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതെന്താണെന്നുള്ളത് ക്ലിപ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറാണ് പതിവുണ്ടായിരുന്നത്. ഇത് റിവ്യൂവേഴ്സ് എല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റാണ് ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ്. ഈ ഒരു സാധനത്തിലാണ് അവർക്കത് മനഃപൂർവ്വമായിട്ടുള്ള സംഭവം. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും, ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഈ സീസൺ എങ്ങനെയാണ് പോകുന്നത്, ഈ സീസണിൻ്റെ ഓൾ ടുഗെദർ ഈ ഒരു സാധനം സമൂഹത്തിൽ എവിടെയെങ്കിലും ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്നോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് കിട്ടാനുള്ള മെയിൻ റീസൺ. കാരണം അവർ പറഞ്ഞില്ലേ, എൻ്റെ ഓരോ ദിവസവും ഫുൾ ടൈം ഇരുന്ന് കണ്ടിട്ട് അതിൻ്റെ അകത്തുള്ള ഈച്ച് ആൻഡ് എവറി പോർഷൻസ് അവർ കവർ ചെയ്തുകൊണ്ട് അത് ലൈവിൽ ഉള്ള സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ചാനൽ ഇടുന്നു എന്നുള്ളതാണ്. അതായത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം TRP ഏറ്റവും കുറവുള്ള ഭൂരോഗമായിട്ടുള്ള ദുരന്തമായി കൊണ്ടിരിക്കുന്ന സീസൺ. അതിനകത്ത് ആകപ്പാടെ കിട്ടേണ്ടത് നമ്മുടെ ലൈവ് വ്യൂവേഴ്സിനെയാണ്. അഥവാ ഹോട്ട്സ്റ്റാറിനകത്ത് വന്ന്, ജിയോ ഹോട്ട്സ്റ്റാറിനകത്ത് നിന്ന് ലൈവ് വ്യൂവേഴ്സ് എന്നുള്ള സാധനം ലൈവിലേക്ക് വരണം. അപ്പോൾ ആ ലൈവ് കാണുന്ന ആൾക്കാർക്ക് എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അവർക്കും അതിനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ലൈവുകൾ കണ്ടിട്ട് ആ ഒരു കാര്യം മറ്റൊരു ചാനലിൽ കൂടെ, അവരുടെ ചാനലിൽ കൂടെ അത് ഇടുന്ന സമയത്ത് TRP ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് വ്യൂവേഴ്സിനെ കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതികാര നടപടി തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഏഷ്യാനെറ്റിൻ്റെ പണ്ടെൻ്റെ ഒരു സെക്കൻഡറി ചാനൽ ഉണ്ടായിരുന്നു, അത് അടിച്ചു കളഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ സ്ട്രൈക്കോ ഇവരുടെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ സൈഡിൽ നിന്ന് തുടർന്നുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ ചാനൽ പിന്നെ തിരിച്ചു കിട്ടിയ ഭാഗ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എൻ്റെ മുമ്പ് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ അതിനകത്തുള്ള ചില പ്രധാനപ്പെട്ട മൊമെൻറ്റുകൾ അടയാളപ്പെടുത്തി ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ക്ലിപ്പുകൾ യൂസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഏത് നിമിഷവും നിങ്ങളെ അടിച്ചു കളയും. ഒന്നിലധികം ക്ലിപ്പുകൾ പല സമയങ്ങളിൽ ഒന്നിലധികം ക്ലിപ്പുകൾ ഒരു വീഡിയോയിലകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രൈക്കായിട്ട് മാറും. അത് ഉറപ്പായിട്ടുള്ള അനുഭവം കൊണ്ട് പറയാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസിൻ്റെ അകത്ത് ക്ലിപ്പുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 2-3 വീഡിയോസ് കിടപ്പുണ്ടെങ്കിൽ അത് പരമാവധി പെട്ടെന്ന് ഒന്നുകിൽ ആ ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞേക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക വീഡിയോ.
ഓക്കെ, കാരണം ഇവർ എപ്പോഴാണ് അടിച്ചു തരുന്നത്? കാരണം ചാനൽ ഇവരുടെ TRP TVR റേറ്റിംഗ് താഴെ പോയി കഴിഞ്ഞാൽ ഇവർ അത് വെച്ചിട്ട് അടുത്ത് രണ്ടാമത് നോക്കുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ്. അത് ഇത് കാരണമാണല്ലോ നമുക്ക് വ്യൂവേഴ്സിന് കിട്ടാത്തെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അടിച്ചങ്ങ് തരും. അതുകൊണ്ട് ഉറപ്പായിട്ടും സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. അവരുടെ ഫോട്ടോസ് എടുത്താൽ അവർക്ക് അടിക്കാൻ പറ്റും, തമ്പനയില്ല അവരുടെ ഫോട്ടോ വെച്ച് അടിക്കാൻ പറ്റും. അതിനകത്ത് ഏഷ്യാനെറ്റിൻ്റെ ലോഗോ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അവരുടെ കണ്ടന്റ് പ്രോപ്പർട്ടി എന്ത് സാധനവും എടുത്തു വെച്ചാൽ വേണമെങ്കിൽ അടിക്കാൻ പറ്റും. വേണമെങ്കിൽ നിസ്സാരമായിട്ടൊരു കാര്യം പറയാം, ഈ സീരിയലുകളുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ സീരിയലുകൾ, ആ സീരിയലിൻ്റെ റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്, സീരിയലിൻ്റെ കഥകളൊക്കെ പറയുന്ന ആൾക്കാർ. ആ സീരിയൽ പറയുന്ന ഒരൊറ്റ ചാനൽ നിലവിൽ കാണത്തില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ആ ചാനൽ അടിച്ചു കളയും. അതാ പറഞ്ഞ അവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആരെയും അവർ വെച്ചെത്തില്ല. ഞാൻ ഇടയ്ക്കെങ്കിലും വീഡിയോ ക്ലിപ്സ് ഇടായിരുന്നു, പക്ഷേ ഈ സീസണിൽ ഒട്ടും തന്നെ വീഡിയോ ക്ലിപ്സ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാ ഫോട്ടോസ് തന്നെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ സീസണിൽ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാണ് എനിക്ക് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് വന്നപ്പോൾ ജിയോ ഏഷ്യാനെറ്റും കൂടി ഇപ്പോൾ തന്നിരിക്കുന്ന പ്രശ്നം. ഇപ്പോൾ അവർ നമുക്ക് സ്ട്രൈക്ക് വന്നിട്ട് ഒരുപാട് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. സ്ട്രൈക്ക് വന്നിട്ട് ചാനൽ മൊത്തത്തിൽ പോയി. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നം വന്ന ശേഷമാണ് ഓരോരുത്തർ എന്നെ കണക്ട് ചെയ്തു, എൻ്റെ സുഹൃത്തുക്കളൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളൊരു അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സ്ട്രൈക്ക് വന്ന സമയത്ത് എൻ്റെ ചാനൽ കാണുന്നില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രാജ് ടോക്കിലെ രാജേഷ് ആണെങ്കിലും സമ്മർ മീഡിയയും കൂടിയിട്ടാണ് എന്നെ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഹോപ്പ് നമ്മുടെ ചാനൽ തിരിച്ച് കിട്ടണം എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. നമുക്കത് സമ്മറായിട്ടൊന്ന് അയച്ചു തന്നപ്പോഴാണ് ഞാനത് കാണുന്നത്, എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സംസാരിച്ചു ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ. അപ്പം ചാനൽ തിരിച്ച് കിട്ടട്ടെ, അത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും എൻ്റെ അനുഭവം വെച്ചിട്ടാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നമ്മൾ വച്ചേക്കുന്ന സ്ലൈഡ് ഷോയിനകത്ത് വരുന്ന സാധനങ്ങളുടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവരുടേതാണെന്ന് അല്ലെങ്കിൽ നമ്മുടേതാണെന്ന് തെളിയിക്കാനുള്ള സംഭവങ്ങളൊക്കെ വേണം. പിന്നെ ഫെയർ യൂസ് പോളിസി ഉണ്ട്, അത് വെച്ചിട്ട് ചിലപ്പം പരമാവധിയൊക്കെ ഇത് ശ്രമിച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ളതൊക്കെ ആണ് ഒരു വഴിയുള്ളത്. പിന്നെ എന്തായിരുന്നാലും കിട്ടട്ടെ, ഞാനിപ്പോഴും പറയുന്നു. പക്ഷേ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് ചെയ്യുന്ന കാര്യത്തിനകത്ത് വളരെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ പരമാവധി കണ്ടന്റുകൾ അഥവാ അവരുടെ ലൈവുകളുടെ അകത്ത് വരുന്ന മുഴുവൻ സാധനങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പുറത്തു വിടുന്നത് തീർച്ചയായിട്ടും നമ്മളെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഒരു ബിഗ് ബോസിൻ്റെ റിവ്യൂവർ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് കഴിയുന്നത് ബിഗ് ബോസിന് ഗുണം ചെയ്യുമെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അഥവാ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ചാനലിടുന്ന വീഡിയോസ് നമുക്ക് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി, നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അത് അങ്ങനെ സംഭവം ചെയ്യുമ്പോഴേക്കും അവരുടെ മെജോറിറ്റി സാധനങ്ങളും നമ്മൾ പല സമയങ്ങളിലായിട്ട് നമ്മളെടുത്ത് ഇടുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് പൂട്ടിക്കും. ആ ചാനൽ വച്ചേക്കത്തില്ല, അത് പിന്നെ വീണ്ടും വന്നാൽ വീണ്ടും ആവർത്തിച്ച് പൂട്ടിക്കും. അതുകൊണ്ട് ഇനി ഇടുന്ന സംഭവങ്ങളിലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് തോന്നുന്ന സാധനങ്ങൾ മാത്രം പരമാവധി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതർവൈസ് കംപ്ലീറ്റ് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന് വ്യൂവർഷിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നടപടി എടുക്കും. അതുകൊണ്ട് ഇനിയായാലും സൂക്ഷിക്കുക. പ്രതീക്ഷയൊന്നുമില്ല ചാനൽ കിട്ടും എന്നുള്ളത്. ഒരു 1% പോലും ചാൻസ് ഇല്ല ചാനൽ തിരിച്ച് കിട്ടാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ചാനലിൽ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത് ഒരു രാജ് ടോക്സിലെ രാജേഷ് ഏട്ടനും സമ്മർ മീഡിയ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാനൽ നമ്മളിപ്പോൾ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു പക്ഷേ എന്താണെന്ന് അന്വേഷിച്ച് നമുക്കത് വേണ്ടിയിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്യാം. മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് അവരിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇനി ഭാവിയിൽ ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വീഡിയോ ക്ലിപ്സ് വെച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഏഷ്യാനെറ്റിൻ്റെ ലോഗോയോ അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ലൈവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടേതായ ആഡുള്ള ഒന്നും തന്നെ ക്ലിപ്സിൽ മാക്സിമം ആഡ് ചെയ്യാതിരിക്കാൻ നോക്കുക. നമ്മൾ വീഡിയോസ് ഇടുന്ന തിരക്കിൽ ഒരു പക്ഷേ ആ ക്ലിപ്സിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ക്ലിപ്സിലുള്ള ആഡുകളോ അല്ലെങ്കിൽ സിമ്പിൾസ് ഒന്നും അല്ലെങ്കിൽ ലോഗോസ് ഒന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കൊരു പണി വരുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഒരുപാട് പേര് ഇങ്ങനെ ക്ലിപ്സ് വെച്ചിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അങ്ങനെ ഇടുകയാണെങ്കിൽ ചാനൽ പോകാനാണ് സാധ്യത കൂടുതൽ. ഒരു 99% ചാൻസ് കൂടുതൽ ചാനൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർ മാക്സിമം ഫ്രണ്ടിൽ വന്നിട്ട് പറയാനായിട്ട് നോക്കുക. അതോ ഫ്രണ്ടിൽ വന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴേ ഈ നിലവിൽ ഈ സീസൺ ഡൗൺ ആണ്. നിലവിൽ സീസൺ ഡൗൺ ആയതുകൊണ്ട് അവർക്ക് നിലവിലുള്ള പ്രേക്ഷകരും അവരിൽ നിന്നും അകന്ന് യൂട്യൂബ് ചാനലുകൾ ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അവരത് ചെയ്തേക്കുന്നത്. എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം രേവതിയെ നോക്കാം. രേവതിയുടെ ചാനലിൻ്റെ അകത്ത് വരുന്ന അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. രേവതിയുടെ ചാനലിൻ്റെ അകത്ത് രേവതി ഒന്നും യൂസ് ചെയ്യുന്നില്ല. രേവതിയുടെ വീഡിയോക്കകത്ത് രേവതി വന്നിരുന്ന് സംസാരിക്കുന്ന തമ്പനയിൽ പോലും അവരുടെ ഈ ഒരു സാധനം വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇത് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇപ്പോൾ സമ്മറേട്ടനാണെങ്കിൽ സമ്മറേട്ടന് മുമ്പൊക്കെ ഇഷ്ടം പോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ സമ്മറേട്ടൻ ഇപ്പോൾ റീസെൻ്റ് നോക്കി അറിയാം, സമ്മറേട്ടൻ വളരെ കുറച്ചാണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. കാരണം ഇത് പലർക്കും അറിയാം, ഇവർക്ക് എപ്പോഴാണ്, നമ്മളൊക്കെ മുമ്പേ സംസാരിക്കാറുള്ള കാര്യമാണ്. ഞാൻ സമ്മറേട്ടനും നമ്മുടെ രാജേട്ടനൊക്കെ ഈ ഏഷ്യാനെറ്റുകാർ വിചാരിച്ചാൽ നിമിഷം നേരം കൊണ്ട് നമ്മുടെയൊക്കെ ചാനൽ പുഷ്പം പോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിപ്പോൾ പലർക്കും അനുഭവത്തിൽ വരുന്നു. സോ അതുകൊണ്ട് അവരുടെ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ മെജോറിറ്റി കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ കൂടെ വരാതിരിക്കാൻ ശ്രമിക്കുക. അവർക്കും അതിനകത്തുനിന്ന് ഒരു ഗെയിൻ ഉണ്ടായിട്ടില്ല എങ്കിൽ അവർ നമുക്ക് പണി തരും. അതാണ് സംഭവിച്ചേക്കുന്നത്.
9-10 അങ്ങനത്തെ ഒരു വീഡിയോസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ശേഷമുള്ള വീഡിയോസിനാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. 24/7 എന്ന് പറഞ്ഞ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരും മണ്ടന്മാരല്ല, അവിടെ കാണുന്ന കാര്യങ്ങൾ അത് നമ്മൾ എന്തായാലും ചർച്ച ചെയ്യുന്നു. പല കാര്യങ്ങളും കട്ട് ചെയ്യും, ലൈവിൽ കട്ട് ചെയ്തിട്ടുണ്ടാവില്ല, എപ്പിസോഡിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നമ്മളത് പറയുന്നു. ഇപ്പോൾ ഒരുപാട് കേസസ് അങ്ങനെയുണ്ട്. ഇപ്പോൾ ഓജോ ബോർഡിൽ വെച്ചിട്ട് ഒരു പ്രേരത്തെ വരെ വിളിച്ചു വരുത്തിയ കേസുണ്ട്. ബിഗ് ബോസ് എന്തുകൊണ്ട് എപ്പിസോഡിൽ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ലൈവിൽ കാണിച്ചിട്ടില്ല? ഇവർ തമ്മിലുള്ള ഈ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്കഷനാണ് നമ്മൾ കാണുന്നത്. ഒരു 54 വയസ്സുള്ള ഒരു ഗോസ്റ്റിനെ വിളിച്ചു വരുത്തി അവർ എന്തൊക്കെ കേസുകളാണ് അവർ നടത്തുന്നതെന്ന് അറിയോ? ഇതൊന്നും കാണിക്കും. ഓക്കെ, അപ്പോൾ ലൈവിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എപ്പിസോഡിനകത്ത് കാണിക്കത്തില്ല. അത് ഒരിക്കലും സാധ്യമല്ല. കാരണം ലൈവിൽ കാണിക്കുന്ന ലൈവ് എന്ന് പറഞ്ഞാൽ 24/7 ആണ്. അപ്പോൾ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു 1 hour 1.5 hour ഒക്കെ ഉള്ളതാണെങ്കിൽ അതിനകത്തെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ലിറ്ററലി അത് പോസിബിൾ അല്ല. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം ന്യായമാണ്. ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് കൂടുതലായിട്ടുള്ള ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ പരിപാടി. അവർക്ക് ഡൗൺ ആണ് BB നിലവിൽ. അപ്പോൾ ഡൗൺ ആയ BBയിൽ നിന്നും അവർക്ക് കിട്ടാത്ത ബെനിഫിറ്റ് മറ്റൊരാൾ ഉണ്ടാക്കേണ്ട ആ ഒരു ശത്രുതാ മനോഭാവമാണ് ഈ കാണിച്ചേക്കുന്നത്. സോ എന്തായിരുന്നാലും ചാനൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ. നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ, വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ ആ ചാനൽ നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ വേദന എത്രമാത്രമായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എത്രയും പെട്ടെന്ന് ചാനൽ തിരിച്ചു കിട്ടട്ടെ. അതിനുള്ള എല്ലാ വഴികളും നോക്കുക. പക്ഷേ എൻ്റെ അറിവിൽ ഈ പറയുന്ന ടീംസ് ചെയ്തു തരാനുള്ള സാധ്യത വളരെ കുറവാണ് എനിക്ക്. കാരണം സീസൺ 2 എൻ്റെ മെയിൻ ചാനലിലേക്ക് ഒരു സ്ട്രൈക്ക് വന്നു. ആ സ്ട്രൈക്ക് എനിക്ക് 90 ദിവസം കഴിഞ്ഞിട്ടാണ് മാറിയത്. ഒരൊറ്റ സ്ട്രൈക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള സാധനം എടുത്ത് മാറ്റിക്കൊണ്ട് എന്ത് ഭാഗ്യത്തിന് എനിക്ക് ബാക്കി സ്ട്രൈക്കിൽ കയറിയിട്ടില്ല. പക്ഷേ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറൊരു ചാനലിനകത്ത് അടുത്ത് പോയിരുന്നു ഒരു ചാനൽ. സോ അതുകൊണ്ട് സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. സോ അവരുടെ ചാനലും പെട്ടെന്ന് തിരിച്ചിട്ടെ. പിന്നെ ബാക്കി തുടക്കത്തിൽ പറഞ്ഞ് നമ്മുടെ ഹെയർ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഇവിടെ കഴിയുന്നു. നമ്മൾ ഇനി ഇങ്ങനെയാണ് നമ്മുടെ ലുക്ക്. സോ അടുത്ത ഗൈസ് നിങ്ങളെ എപ്പോഴത്തെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.